29 ലോക്സഭാ സീറ്റുകളിലും മധ്യപ്രദേശ് ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് മധ്യപ്രദേശിൽ കിട്ടിയതെങ്കിൽ ഇത്തവണ നില മെച്ചപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ മാത്രമേ കോൺഗ്രസ് ജയിച്ചുള്ളൂ. എന്നാൽ ഇത്തവണ നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ചില കണക്കുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകമായ ഗ്വാളിയാറിൽ ഇത്തവണ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദീർഘകാലം കോൺഗ്രസ് നേതാവ് മാധവറാവു സിന്ധ്യ കൈവശം വെച്ചിരുന്ന ഗ്വാളിയാർ പിന്നീട് BJP പിടിച്ചെടുക്കുകയായിരുന്നു. യശോധര രാജ സിന്ധ്യയും നരേന്ദ്രസിംഗ് തോമറും ജയിച്ചു കയറിയ മണ്ഡലം ഇപ്പോൾ BJPയുടെ കൈവശമാണ്. 2007 മുതൽ ഇവിടെ BJP ആണ് ജയിക്കുന്നത്. എന്നാൽ ഇത്തവണ ഏറെ ജനകീയനായ പ്രവീൺ പതക്കിനെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി ഭരത് സിംഗ് കുശ്വാഹാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന മഹേന്ദ്ര സിംഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ പ്രതീക്ഷകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ മോദി തരംഗത്തിൽ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി ജയിച്ചത്. എന്നാൽ 2007 മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ BJPക്ക് അത്രയ്ക്ക് സന്തോഷിക്കുവാനുള്ള വകയില്ല. കാരണം 2007 ബൈ ഇലക്ഷനിൽ BJPയുടെ യശോധര രാജ സിന്ധ്യ കോൺഗ്രസിന്റെ അശോക് സിംഗിനെ തോൽപ്പിച്ചത് 36,000 വോട്ടിനാണ്. പിന്നീട് 2009 തെരഞ്ഞെടുപ്പിൽ യശോധരയുടെ ഭൂരിപക്ഷം കുറക്കാൻ അശോക് സിംഗിന് സാധിച്ചിരുന്നു. 26,000 പിടിച്ചുകെട്ടിയിരുന്നു BJPയെ. പിന്നീട് 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരിച്ചത് കരുത്തനായ നരേന്ദ്രസിംഗ് തോമറായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല. 29,000 വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 3ാം വട്ടവും മത്സരത്തിനിറങ്ങിയ അശോക് സിംഗിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നാൽ അശോക് സിംഗ് തന്റെ 4ാം അംഗത്തിനിറങ്ങിയപ്പോൾ 2019 മോദി തരംഗത്തിൽ അടിപതറുകയായിരുന്നു. BJPയുടെ വിവേക് നാരായൺ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. അതോടെയാണ് ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ പ്രവീൺ പതക് എന്ന ജനകീയനായ ഒരു നേതാവിനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ജനകീയതയും അതോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയും വന്നതോടെ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. स्वागत है सर आपका, बहुत बहुत बधाई आपको। धन्यवाद। आगे परिवार में पता नहीं पड़े हम तो मेन विनोद भाई को ज्वाइन करा दी।